വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിക്ക മോന് ഒരു ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാൻ പോവുക. ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുന്ന വീഡിയോ അല്ലിത്. അപ്പം നമുക്ക് ആദ്യം ഓറഞ്ച് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ജ്യൂസിൻ്റെ പൾപ്പ് വെച്ചിട്ട് നമുക്കൊരു സ്കിൻ കെയറും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം. ഈ മിക്ക അധികം ചോറൊന്നും കഴിക്കത്തില്ല. എത്ര കൊടുത്താലും ചോറൊന്നും അവന് വലിയ താല്പര്യമില്ല. ഇടയ്ക്കൊക്കെ അവൻ കഴിക്കുക നല്ല കൊഞ്ച് സംബന്ധിയൊക്കെ ഉണ്ടെങ്കിൽ അത് അവന് തോന്നണം. എല്ലാം അവന് തോന്നുവാണെങ്കിൽ മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. അപ്പം പിന്നെ എന്തെങ്കിലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനം അവൻ്റെ ഉള്ളിൽ ചെല്ലണ്ടേ, അതിനാണ് ഞാനിങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുന്നത്. അപ്പം ആദ്യം ജ്യൂസ് തയ്യാറാക്കാം. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് തയ്യാറായി. അപ്പം ഞാൻ ഓറഞ്ചിനകത്ത് കുറച്ച് തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളം കൂടെയാണ് ഒഴിച്ചത്. തണുത്ത വെള്ളമൊക്കെ കൊടുത്ത് വല്ല പനിയൊന്നും പിടിക്കണ്ടെന്ന് കരുതി. അപ്പം ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസ്. അവനുള്ള ഓറഞ്ച് ജ്യൂസുമായി നമുക്കുള്ള സ്കിൻ കെയറുമായി ഇപ്പം ഇതൊരു സ്ക്രബായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കാണിച്ചു തരാം. ഓറഞ്ച് ജ്യൂസ് സ്ക്രബിനായിട്ട് ഞാനിവിടെ 3 ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓറഞ്ച് പൾപ്പ്, ഇത് നമ്മുടെ പഞ്ചസാര, ഷുഗർ, ഇത് കോക്കനട്ട് ഓയിൽ. ഒരു ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ പൾപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവും. പിമ്പിൾസ് എല്ലാം റിമൂവ് ചെയ്യാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ബോത്ത് ബ്ലാക്ക് ഹെഡ്സ് ആസ് വെൽ ആസ് വൈറ്റ് ഹെഡ്സ് രണ്ട് റിമൂവ് ആവും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും തരും, ബ്രൈറ്റ്നെസ്സും തരും ഓറഞ്ചിൻ്റെ എസൻസ് ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് സ്കിന്നിൽ പതുക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് ഫേസിലിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ മൂക്കിൻ്റെയൊക്കെ സൈഡിലായിരിക്കും കൂടുതൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളത്. അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ ഈ ഒരു ഏരിയ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് റിസൾട്ട് നോക്കാം. എന്നിട്ട് സ്ക്രബ് ചെയ്തു. പിന്നെ കുറച്ച് മിച്ചം വരുന്ന ലെഫ്റ്റ് ഓവേഴ്സൊക്കെ ഞാൻ ജസ്റ്റ് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അതിനുശേഷം വാഷ് ചെയ്യാം. സോ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലെയിൻ വാട്ടറിനകത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത്. നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് തരും. അത്യാവശ്യം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.